ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് സെൽഫ് ഡേറ്റിംഗ് ചലഞ്ചാണ്. ഡേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പേര് ഇഷ്ടമുള്ള പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് പേര്, ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് പേര് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നിച്ചൊരു കോഫി കുടിക്കാൻ പോകുന്നതോ, നടക്കാൻ പോകുന്നതോ, സിനിമയ്ക്ക് പോകുന്നതോ, പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ സെൽഫ് ഡേറ്റിംഗ് ചെയ്യുന്നത്. അതായത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്വയം ഡേറ്റിങ്ങിന് ഒന്നുകിൽ പുറത്ത് പോവുക, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവുക, ഒന്നുമില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു മോളിൽ പോയി വെറുതെ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈം പാസ്സാണ് ഒറ്റയ്ക്ക് മോളുകളിൽ പോയി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു കോഫിയോ ചായയോ ഓർഡർ ചെയ്ത് കഴിച്ച് അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ലവ് കൂടും. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കൂടും. ഏകാന്തതയെ നമ്മൾ വല്ലാണ്ട് പേടിക്കില്ല. ഏകാന്തതയെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഗ്രാജ്വലി നമ്മൾ ആദ്യം ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാനും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ഇനിയത്തെ കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വലിയ പാടാണ്. കാര്യം എല്ലാവരും ബിസി ആയിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ടൈം നോക്കി നമ്മളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മളെ ആ ഒരു രീതിയിൽ പരുവപ്പെടുത്താനായിട്ട് നമുക്ക് സെൽഫ് ഡേറ്റിംഗ് ഉപയോഗപ്പെടും. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് അരമണിക്കൂർ നിങ്ങളുമായി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പുറത്തു പോകാൻ അവസരം ഇല്ലാത്തവർ വീട്ടിൽ തന്നെ ഒരു കോഫി എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ചായ ഇട്ട് വെച്ചിട്ട് സിറ്റ് ഔട്ടിലോ ബാൽക്കണിയിലോ അരമണിക്കൂർ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. മൊബൈൽ യൂസ് ചെയ്ത് ഇരിക്കുന്നതിന് സെൽഫ് ഡേറ്റിംഗ് എന്ന് പറയില്ല, മൊബൈൽ ഡേറ്റിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കോഫിയുമായിട്ട് സ്വയം ഇരുന്ന് അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വല്ലാണ്ട് ഇഷ്ടപ്പെടും. കാര്യം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുന്നതിനെക്കാട്ടി ലഹരിയായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് എനിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ വല്ലാണ്ട് പേടിയോടെ കണ്ട ഒരാളാണ്. കാര്യം എനിക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായ ഒരാളാണ് ഞാൻ. 18-ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എൻ്റെ വിവാഹ ജീവിതം വലിയ മുന്നോട്ട് പോകൽ എവിടെ വെച്ചിട്ടായാലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. എത്ര കാലം നീണ്ടു പോകും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു വിവാഹ ജീവിതത്തിലാണ് ഞാൻ കടന്നു പോയതെന്ന് ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത് മുന്നോട്ട് പോകൂല എന്നുള്ളത്. പിന്നെ 19-ാമത്തെ വയസ്സിൽ മകനും കൂടെ ജനിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ഒരു പുനർവിവാഹം കഴിക്കില്ല എന്നുള്ളതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ആ നിലവിലുള്ള വിവാഹ ജീവിതത്തിനെ എങ്ങനെയെങ്കിലും പിന്നെ മകളുമായി പിന്നെ ഈ വിവാഹ ജീവിതത്തിന് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം പരിശ്രമിച്ചിട്ടും എനിക്കറിയാമായിരുന്നു എത്ര പരിശ്രമിച്ചാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര വിചാരിച്ചാലും നടക്കില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങനെ അവസാനിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും പേടിച്ചിരുന്നത് എന്നായാലും മക്കൾ വിവാഹിതരാകുന്നത് വരെ അല്ലെങ്കിൽ അവർ വിദേശത്തോ പുറത്തോ എവിടെയെങ്കിലും പോയി പഠിക്കുന്നത് വരെ എനിക്ക് കുട്ടികൾ കൂട്ടായിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ സെൽഫ് ഡേറ്റിംഗ് ഒന്നും അറിയില്ല, പേരും മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഒറ്റയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ഒറ്റയ്ക്ക് പോവാൻ മനഃപൂർവ്വം ഇഷ്ടമല്ല, പേടിയാണ്, എന്നിരുന്നാലും മനഃപൂർവ്വം ഞാൻ ശ്രമിച്ച് പിന്നെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇപ്പം എനിക്കത് വളരെ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് താമസിക്കാനും ഒറ്റയ്ക്ക് നിൽക്കാനും. എന്നാലും അതിൽ ഒരുപാട് സ്ട്രഗിളുണ്ട്. ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ
നമുക്ക് എന്തൊക്കെയോ നേടുന്നു എന്നൊക്കെ പറയുന്നത് അത്ര നല്ല വലിയ ഇതൊന്നും അല്ല. നമ്മളൊരു ആങ്സൈറ്റി വന്നാൽ തീരുന്ന സന്തോഷങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം. നമ്മളൊരു സമൂഹ ജീവിയാണ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ ആഗ്രഹിക്കും. അവരുടെ ഒരു കെയർ നമ്മൾ ആഗ്രഹിക്കും. അതൊക്കെ സത്യമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും സന്തോഷമൊന്നും അല്ല. വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ദിവസങ്ങളുണ്ട്, വല്ലാതെ ഡിപ്രസ്ഡ് ആവുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ എന്നാലും മോസ്റ്റ്ലി കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ സ്വന്തമായിട്ടുള്ള ഡേറ്റിംഗ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. വളരെ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോവുക, എന്തും ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനമെടുക്കുക. ആ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ മോൾഡ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ബോൾഡായിട്ടിരിക്കാൻ കഴിയുന്നത്. എന്നാൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് അങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നവർക്ക് വേറെ വഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് അത്ര വലിയ സ്ട്രഗിളും ഇല്ല കേട്ടോ. നമ്മൾ ഈ പരസ്പരം അടിയുണ്ടാക്കി ഒന്നിച്ച് ജീവിക്കുന്നതിനെക്കാട്ടി എത്രയോ ഭേദമാണ് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. രണ്ടും രണ്ടാണ്. രണ്ടിനും ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്. അപ്പോൾ ഇതാണ് നല്ലത്, മറ്റേതാണ് നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സെൽഫ് ഡേറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. നമ്മൾക്ക് ആത്മവിശ്വാസം തരും, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വല്ലാണ്ട് ഉയർത്തും. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സിനിമയെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കണ്ടു നോക്കണം. പുറത്തിറങ്ങി വരുമ്പോൾ നമ്മളെന്തോ പേടിച്ചായിരിക്കും ആദ്യമൊക്കെ സിനിമയ്ക്ക് പോവുക കേട്ടോ. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന സമയത്ത് പേടിച്ച് അടുത്ത ആരായിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കി. ഇപ്പം നമുക്ക് സീറ്റൊക്കെ നന്നായിട്ട് ബുക്ക് ചെയ്യാമല്ലോ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ബുക്ക് ചെയ്യാം. അന്ന് അങ്ങനെയൊന്നും അല്ലല്ല. ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെയൊന്നും അല്ല. അവർ തരുന്ന സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക എന്നൊന്നും പറയുന്നതൊന്നും വലിയ ഒരു കാര്യമൊന്നും അല്ല. അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടത്തിൽ സിനിമയ്ക്ക് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ, പരിചയമുള്ളവരുണ്ടോ എന്നൊക്കെയുള്ള പേടിച്ച് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടി പോയ ഒരാളാണ്. അല്ലാതെ സിനിമയോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എന്നെ മോൾഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റുകളിൽ പോകാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ ഷോപ്പിങ്ങിന് പോകാനും ഒക്കെ പ്രാക്ടീസ് ചെയ്ത ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നമുക്ക് ടിക്കറ്റ്, നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് ബുക്ക് ചെയ്ത് സന്തോഷമായിട്ട് പോയി പോപ്കോണും കഴിച്ച് എൻജോയ് ചെയ്ത് സിനിമ കാണാനുള്ള അവസരം സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ത്രീയെ ഒരു തിയേറ്ററിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞൊന്നും അയ്യോ അവൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വന്നു എന്നൊന്നും പറയുന്ന ഒരു കാലഘട്ടമൊന്നും അല്ല ഇന്ന്. അപ്പോൾ ഇന്ന് ധൈര്യമായിട്ട് സിനിമയ്ക്ക് പോകാം. ഒരു സിനിമയ്ക്കൊക്കെ നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്ക് പോകണം. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റിലെങ്കിലും പോയി നമ്മൾ ഫുഡ് കഴിക്കണം ഒറ്റയ്ക്ക്. അതൊക്കെ നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. നമ്മളെന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്ത ഒരു ഇതാണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ. അതുപോലെ ഇപ്പോൾ ഷോപ്പിംഗ് മാളുകൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് വെറുതെ ഫ്രീ ടൈമിൽ 1 മണിക്കൂർ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ഒരു ചായയോ ഒരു കോഫിയോ ഒരു സ്നാക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ ഇരുന്ന് അവിടെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വാച്ച് ചെയ്ത് വെറുതെ അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് സെൽഫ് ഡേറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് സെൽഫ് ഡേറ്റിംഗ് ആണ്. നിങ്ങൾ 1/2 മണിക്കൂർ നിങ്ങളുമായി സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് കുടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. വേറെ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാൻ പാടില്ല. നിങ്ങളും മാത്രമുള്ള ഒരു 1/2 മണിക്കൂർ ഇന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു. നാളെ കാണാം.